ഭവനരഹിതരുടെയും ഭൂരഹിതരുടെയും സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ് തിരുവനന്തപുരത്ത് തത്സമയം. പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും നിർമ്മിച്ച് ആദ്യഘട്ടത്തിൽ നടക്കുന്ന പദ്ധതി വഴി കുറേ ആളുകളെ പുനരധിവസിപ്പിക്കുമ്പോൾ 5 വർഷമാകുമ്പോൾ മുഴുവൻ പേർക്കും വീട്, വാസയോഗ്യമായ വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. പലപ്പോഴും നമുക്കുള്ള അനുഭവം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിലാണ് പ്രശ്നം. ഇത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികളെ പോലുള്ള സംഘടനകൾ ഏറ്റെടുക്കണം. ഭൂരഹിതരായ ഭവനരഹിതരായ ആളുകളെ കണ്ടെത്തി അവര് തന്നെ സമിതികൾ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ച് ആ സമിതികൾ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഈ ഗവൺമെന്റ് പദ്ധതി വിജയിപ്പിക്കാൻ, അങ്ങനെ സർക്കാരിന്റെ പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടി ഇടപെട്ട് നടക്കുന്നൊരു പുതിയ പ്രായോഗികമായ കർമ്മ പദ്ധതിക്ക് കേരളത്തിൽ രൂപം കൊടുക്കണം. നമ്മുടെ സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾക്ക് എത്രയോ ഭവന പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല. ഇതുവരെ ആദിവാസികളുടെ ഭവന പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ കഴിയാത്തത്? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, അവർക്ക് പങ്കാളിത്തമുള്ള വികസന പദ്ധതികളല്ല പട്ടികവർഗ മേഖലയിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പദ്ധതികൾ വേണം. പട്ടികവർഗ മേഖലയിൽ നടപ്പാക്കുന്ന ഭവന പദ്ധതികളുടെ പ്രായോഗികമായ നടപടികൾക്ക് മേൽനോട്ടത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായ ആളുകളെ തന്നെ അതിന്റെ സമിതിയിലേക്ക് ഉൾപ്പെടുത്തി